ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേസ് ടിപ്സ് ആണ്. അതായത് നമ്മൾ സാധാരണ നമ്മളുടെ ആംപ് കണക്ട് ചെയ്യുന്നത് ഒരു സബ്വൂഫറോ വൂഫറോ ആണെങ്കിൽ അപ്പൊ അതിൽ ഏത് തരത്തിലാണ് നമ്മൾക്ക് ബേസ് പ്രതീക്ഷിക്കുന്നത്? അതായത് ആംപിന്റെ പവർ കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ വൂഫറിന്റെ പവർ കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ ബോക്സിന്റെ പവർ കൊണ്ടായിരിക്കോ, സിഗ്നലിന്റെ പവർ കൊണ്ടായിരിക്കോ, നമ്മളുടെ റൂമിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കോ, നമ്മളെ വയറിംഗ് ടോപ്പ് ആയതുകൊണ്ടായിരിക്കോ. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ ബേസിനെ എഫക്ട് ചെയ്യും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ RMS വാല്യൂ നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ബേസിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ RMS വാല്യൂ. PMPO പീക്ക് പവർ അല്ല, അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ. ഇതിനു മുമ്പ് നമ്മൾ RMS വാല്യൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ RMS വാല്യൂ നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബേസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ആംപ് റേറ്റിംഗ് നോക്കിയിട്ട് 100 വാട്ട്സ് RMS റേറ്റിംഗ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ മാക്സിമം അതിനകത്ത് കൊടുക്കേണ്ടത് ഒരു 80 വാട്ട്സ് സബ്വൂഫറൊക്കെ കണക്ട് ചെയ്യാവും. അതാണ് അതിന്റെ ആ ഒരു ഹാക്ക്. അപ്പോൾ എങ്ങനെയാ വെച്ചാല് നമുക്ക് സബ്വൂഫർ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം വോളിയത്തിലായാലും, ഇനിയിപ്പോ ഒരു ആവറേജ് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ഫുൾ സൗണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ പബ്ലിക് അഡ്രസ് സിസ്റ്റം വെച്ച പോലെ ഒന്നും നമ്മൾ സൗണ്ട് വീട്ടിൽ വെക്കില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സൗണ്ട് കൂട്ടിയിട്ട് ഒന്നായിട്ട് ജെർക്ക് വെച്ചിട്ടും മറ്റുമൊക്കെ പാടെ ബേസ് ക്വാളിറ്റി ഇല്ലാതെ വല്ലാത്തൊരു എഫക്റ്റിൽ ഇങ്ങനെ കേട്ടിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിൽ ആളുകൾ അത് ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റി കിട്ടിയിട്ട് ആ ബേസിന്റെ ക്വാളിറ്റി ഫുൾ കിട്ടിയിട്ടൊന്നല്ല ആളുകൾ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുന്നത്. അപ്പോ എന്താ വെച്ചാല് നമ്മള് ഈ ഒരു ടൈപ്പ് കണക്ഷൻ കൊടുത്തു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആംപ്ലിഫയർ നിങ്ങളുടെ സബ്വൂഫറിനെക്കാട്ടും കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബേസ് പതറും. അതേപോലെ തന്നെ ആംപ്ലിഫയറിനെക്കാട്ടും വളരെ കുറവാണ് നമ്മളുടെ വൂഫറിന്റെ റേറ്റിംഗ് എന്ന് വെച്ചാൽ, അതായത് 100 വാട്ട്സ് ആംപ്ലിഫയറിലേക്ക് നമ്മളൊരു 40 വാട്ട്സ് വൂഫറാണ് കണക്ട് ചെയ്യുന്നതെങ്കിലും ബേസ് പതറും. അത് ചെലച്ച് തള്ളി പതറിപ്പോവും. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 20% റേറ്റിംഗ് കുറച്ചിട്ട് നമുക്ക് RMS വാല്യൂ ഉള്ള വൂഫറുകൾ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു വിധം മാക്സിമം അതിന്റെ ബേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണേണ്ട ഈ ഒരു സബ്വൂഫർ, ഈ സബ്വൂഫറിനകത്തേക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സബ്വൂഫർ ഉള്ള ഒരു കാർ ഓഡിയോ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാറ് അതിനകത്ത് ഇങ്ങനെ ഒരു സബ്വൂഫർ ഉള്ളത് ഒരു ആവറേജ് ഒരു 10 ഇഞ്ച് ഒരു 100 വാട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സബ്വൂഫർ അത്. അപ്പൊ അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആംപ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സാധാരണ ആംപ് വാങ്ങിയിട്ട് വരും. എങ്ങനെ വാങ്ങുന്നത്? വാല്യൂ നോക്കിയിട്ടോ വാട്ട്സ് നോക്കിയിട്ടോ അല്ല, ക്വാളിറ്റി നോക്കിയിട്ടോ അല്ല. ഇതിനെന്താ വില എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും 1500 രൂപ. കുറഞ്ഞതുണ്ടോ? വില കുറഞ്ഞതുണ്ടോ? അപ്പോ ഇതിൽ വേറൊരു ക്വാളിറ്റി എടുത്തു തരും. അപ്പൊ അങ്ങനെ കുറഞ്ഞു നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ പോയിട്ട് ആകെ വൃത്തികേടായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് എനിക്ക് നന്നാക്കി അറിയുന്നത് എന്താ വെച്ചാൽ, എന്റെ അടുത്ത് ആളുകൾ നല്ല വർക്കിംഗ് കിട്ടണം പക്ഷെ വില വളരെ കുറയണം എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. നല്ല വർക്കിംഗ് വില കുറവിൽ കിട്ടണം, അത് ഏകദേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നല്ല വർക്കിങ്ങിന് നമുക്ക് നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ RMS വാല്യൂ നോക്കി വാങ്ങുകയാണെങ്കിൽ, കൃത്യമായിട്ട് വാങ്ങുകയാണെങ്കിൽ, കൃത്യം RMS വാല്യൂ നമുക്ക് ബോധ്യമാവുന്ന ഒരു വൂഫറാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കൃത്യമായ വർക്കിംഗ് കിട്ടും. ഇപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഈ ആംപ്ലിഫയർ നോക്കുക. ഇത് ഒരു 400 വാട്ട്സ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മാക്സിമം പോയാൽ നമുക്കൊരു 360 വാട്ട്സ് സബ്വൂഫർ കണക്ട് ചെയ്യാം. അതേപോലെ ഇതൊരു സാധാരണ 2.1 വരുന്ന ടൈപ്പുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇത് 48 വാട്ട്സ് ആണ്. 48 വാട്ട്സ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതുപോലെ 48 വാട്ട്സ് ഒരു ആംപ്ലിഫയർ നമ്മൾ സബ്വൂഫറിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു 30 വാട്ട്സ് സബ്വൂഫർ കണക്ട് ചെയ്താൽ നമുക്ക് വർക്കിംഗ് വ്യത്യാസം ഉണ്ടാവും. ഇതൊരു 200 വാട്ട്സ് ആമ്പാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 160 വാട്ട്സ് സബ് കണക്ട് ചെയ്താൽ അത് ഇതുപോലെ നല്ല വ്യത്യസ്തമായ വർക്കിംഗ് കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ, ഇത് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 160 200 താഴെ RMS ഉള്ള ഒരു സബ്വൂഫർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ 600 വാട്ട്സ് എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ 600 വാട്ട്സ് പറയുന്നത് ഇതിന്റെ പീക്ക് പവർ ആണ്. അപ്പൊ അത് നോക്കിയല്ല നമ്മൾ വൂഫർ വേണ്ട. നമുക്ക് ഇതിനകത്ത് മാക്സിമം പോയാൽ ഒരു 100 വാട്ട്സ് അതിന് ഇതിന്റെ RMS ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഒരു 80-100 വാട്ട്സ് വൂഫറാണ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടി വരിക. അതിന് പകരം നമ്മൾ വലിയ പ്രതീക്ഷിച്ച 200 ചില്ലാൻ വാട്ട്സ് RMS ഒക്കെ ഉള്ളത് കണക്ട് ചെയ്താൽ നമുക്ക് വളരെ ക്ഷീണം ബേസാണ് നമുക്ക് കിട്ടുക. ഇത് 1100 വാട്ട്സ് എന്ന് പറയുന്നത് ഇതിന്റെ പീക്ക് മാക്സിമം പവർ ആണ്. അത് അതിന്റെ RMS അല്ല എന്നുള്ളത് അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് കൊടുക്കേണ്ടത് അതിന് RMS ബേസ് ചെയ്തിട്ടുള്ള തന്നെ വൂഫർ കൊടുക്കണം. അതും ബോസിന്റെ തന്നെ ഒറിജിനൽ വൂഫർ കൊടുക്കണം. എന്നാലേ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുള്ളൂ. പിന്നെ വൂഫറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മളുടെ JBL സബ്വൂഫറാണ്. അപ്പൊ ഇതിനകത്ത് 250 വാട്ട്സ് RMS ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു 300 അതൊക്കെ ലേശം അതിനോട് കുറച്ചല്പം മേലെയുള്ള ഒരു സബ്വൂഫറിന്റെ ആംപ്ലിഫയർ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ JBL 1500, ഈ 1500 എന്നുള്ള പീക്ക് മാക്സിമം പവർ ഔട്ട്പുട്ടാണ്. അത് PMPO ആണ്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കുക. അല്ലാതെ സബ്വൂഫറിനെയും മറ്റൊന്നിനെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ മാച്ചിങ് കറക്റ്റ് ആയിരിക്കണം. ഇത് അവാർഡിന്റെ 10 ഇഞ്ച് സബ്വൂഫറാണ്. ഇത് 130 വാട്ട് RMS പ്രത്യേകം തന്നെ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. PMPO എഴുതിയിട്ടില്ല.
നമുക്ക് 130 അല്ലെങ്കിൽ ഒരു 150 വാട്ട്സ് ഒക്കെ ഇതിൽ കൂളായിട്ട് വർക്ക് ചെയ്യിക്കാം. നല്ല വർക്കിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ JBL 1500 എന്ന് പറഞ്ഞു വരുന്ന ഈ ഒരു ബ്രാൻഡിന് നമ്മൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ വാട്ട്സ് ആണ് 325 വാട്ട്സ് RMS. ആ 1500 PMBO ആണ്. അത് കണ്ടിട്ട് നമ്മൾ വലിയ ആംപ്ലിഫയർ ഓവറുള്ളത് കണക്ട് ചെയ്യരുത്, നമ്മൾ വളരെ കുറഞ്ഞതും കണക്ട് ചെയ്യരുത്. നമ്മൾ അതിനോട് മാച്ച് ചെയ്യിച്ച് എപ്പോഴും വർക്ക് ചെയ്യിക്കാവൂ. അപ്പൊ എല്ലാവർക്കും ഇപ്പം പെട്ടെന്ന് പോയിട്ട് ഓഫർ വാങ്ങി RMS വാല്യൂ കുറഞ്ഞത് വാങ്ങിയിട്ടും കൂടിയത് വാങ്ങിയിട്ടും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇതാണ് അതിനൊരു സാധ്യത. പുതിയതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക. അപ്പൊ അത് വളരെ വ്യത്യസ്തമായ നല്ലൊരു ഇമ്പ്രൂവ് ചെയ്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഓഡിയോ സംബന്ധമായ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.